ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പീസ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇതൊരു തോർത്താണ് ആക്ച്വലി. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തോർത്തായിട്ട് മാറും. നമ്മൾ തലയിൽ മേലൊക്കെ തുടങ്ങി തോർത്താവും. ഗ്ലാസ്സായി. ഇത് ചപ്പാത്തി പരത്താൻ വളരെ സിലിക്കണ്ട പാഡാണ്. ഇത് നമ്മൾ സ്ലാബിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ലാബിൽ ഒട്ടിക്കിടക്കും. ഇതിൽ വെച്ച് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാം, നമുക്ക് ചപ്പാത്തി പരത്താം, പൊറോട്ട അടിക്കാം, എല്ലാം ചെയ്യാം. ബക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് മെഷീൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനിത് നോക്കി നടക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ആക്ച്വലി. ഇത് കാണുമ്പോൾ ഒരു നിസ്സാര സ്പോഞ്ച്, പക്ഷെ ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണമയം പോലുള്ള സാധനങ്ങളും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വൈറ്റ് ചെയ്യും. നമ്മൾ പൊടി ഇല്ലാന്ന് വിചാരിക്കുന്നിടത്തും പൊടിയുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പൊ തന്നെ ആ പൊടി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇന്ന് എറണാകുളത്ത് എടപ്പള്ളിയിലാണ് ഉള്ളത്. എടപ്പള്ളിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻ. അതായത് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം, അതായത് ഓൺലൈനിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പാണ്. ഒരു വീട്, ഓഫീസ് തുടങ്ങിയ സ്പേസുകൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അവരിവിടെ വിൽപ്പന നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, ഓൺലൈൻ ഐറ്റംസ് ഒക്കെ നിങ്ങളെ കാത്തി ഒരു ഷോപ്പിൽ ഇരിക്കുന്നുണ്ടോ. അപ്പൊ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം. ചേട്ടാ ഹലോ, പേരെന്താ ചേട്ടാ? എന്റെ പേര് ബിനു. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ക്ലീനിങ്ങിന്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഇതെന്താണ് ഐറ്റം ചേട്ടാ? ഇത് ബ്ലോവർ ആണ്. നമുക്ക് എന്തെങ്കിലും ചവറൊക്കെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ച് കളയാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ ബാറ്ററി ചാർജബിൾ ആണ്. ഇതുപോലെ അപ്പോൾ നമുക്ക് കൈ തൊടാതെ തന്നെ ചവറെല്ലാം ഈസി ആയിട്ട് നമുക്ക് അടിച്ചു കളയാം അല്ലേ? അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കംപ്ലീറ്റും ഈ ഇന്റർലോക്കിംഗ് കട്ടയും കാര്യങ്ങളൊക്കെ വിരിച്ചിരിക്കുന്ന വീടുകളാണ്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഈസി എടുക്കാൻ. അതിന്റെ പവർ കണ്ടോ, ഹൈ പവറിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് എത്രയാണ് വില, പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? 1050 രൂപ. ഓ, അത്രേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. എത്ര നേരം ഇതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ നിൽക്കും? അരമണിക്കൂർ ചാർജ് നിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് പോകാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ വന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെ വീടിന്റെ മുറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ വീടിന്റെ ചവറൊക്കെ നമ്മൾ അരമണിക്കൂറിൽ കൂടുതലൊന്നും നമുക്ക് വർക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ എന്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചൂലെടുത്ത് ഇങ്ങനെ കുഞ്ഞു ഉന്നൊന്നും നിങ്ങൾ അടിച്ച് ബുദ്ധിമുട്ടണ്ട. ഇതുപോലെയുള്ള ഐറ്റംസ് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടാൽ മതി. അതിന്റെ അടുത്ത മോഡലാണ് ഇരിക്കുന്നത്. ഈ സൈഡൊക്കെ അടിക്കണമെങ്കിലൊക്കെ പോയിന്റ് ചെയ്ത് നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും അല്ലേ? പോയിന്റ് ചെയ്ത് നമുക്ക് അടിക്കാം. അപ്പൊ ഇതിനൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത്? 1350 രൂപ. ഓ, അത്രേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 1000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുള്ള കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്താണ്? ഇത് വാക്യൂം വിത്ത് ബ്ലോവർ ആണ്. വിത്ത് ബ്ലോവർ. ഇത് വാക്യൂം നമുക്ക് ബെഡിലുള്ള പൊടികളോ അല്ലെങ്കിൽ സോഫയിലുള്ള പൊടികളെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ ഈ സൈഡില് ബ്ലോവർ ആണ്. ബ്ലോവർ ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനലിന്റെ അവിടുത്തെ പൊടിയെല്ലാം അടിച്ച് പുറത്തേക്ക് കളയാം. കമ്പിയിലും പ്രത്യേകിച്ച് എല്ലാ വീട്ടുകാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം ജനലിന്റെ കമ്പിയിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് അടിച്ച് പുറത്തേക്ക് കളയാൻ പറ്റും. ഓ, ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ലാപ്ടോപ്പിന്റെ മുകളിൽ നിന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പൊടിയെല്ലാം സക്ക് ചെയ്ത് ഇതിൽ വന്ന് സ്റ്റോർ ആവും. എന്നിട്ട് ഈസി ആയിട്ട് ഇത് ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇതും ചാർജബിൾ ബാറ്ററിയാണ്, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓ, ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉള്ളത് അല്ലേ? അതായത് നമ്മുടെ ഫോണിന്റെ ചാർജർ ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൂടെ വരുന്നതാണ്. അപ്പൊ അത്രയും വെറൈറ്റി ആയിട്ടുള്ള എത്രയാണ് വില, എത്ര പ്രൈസ് എത്ര വരും ചേട്ടാ ഇതിനൊക്കെ? ഏകദേശം ഇത് 1500 രൂപ. 1500 രൂപ. പല മോഡൽ അവൈലബിൾ ആണ് ഇവിടെ. 250 മുതൽ ഒരു 3-4 വേരിയൻസ് ഉണ്ട് നമുക്ക്. 200, 250, 415, 6-in-1 എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാറിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. കാറിൽ നമുക്ക് അതില് എക്സ്ട്രാ വരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് എന്തെങ്കിലും സ്ട്രക്കായി പോയി കഴിഞ്ഞാൽ അത് ഇടിച്ചു പൊളിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള ആ ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് സ്ട്രക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ആ ഓപ്ഷനൊക്കെ ആ വാക്യൂം ക്ലീനറിൽ ഉണ്ട്. ഓ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ. ഇത് നമ്മൾ വണ്ടി കഴുകാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഓസ് അതിലിടുന്നു. എന്നിട്ട് നമ്മൾ ഇതില് ഒരു ബാറ്ററി ഫ്രീ ആണ്, 2 ബാറ്ററി ഉണ്ട് ഇതിന്. ഈ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പമ്പ് വെച്ചിട്ട് അടിച്ച് കാറെല്ലാം വാഷ് ചെയ്യാൻ പറ്റും. കാറ് വാഷ് ചെയ്യുന്ന പ്രഷർ പമ്പാണ്. പ്രഷർ വാഷർ ആണല്ലേ? 1450 രൂപയുള്ളൂ ഈ കിറ്റിന്. ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വില അല്ലേ? റീസണബിൾ ഇതിലാണ് കിട്ടുന്നത്. ആവശ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. ഇതില് പമ്പും ഫോം അടിക്കണമുള്ള എല്ലാം ചാർജ് ചെയ്യാനുള്ള കേബിളുകൾ എല്ലാം ഉണ്ട്. ഇത് പലതരം നോസിൽസ് ആണ്. ഈ നോസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ആയിട്ട് പോകണമെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. അതുപോലെ നോസിലിന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ അതിനുള്ള എക്സ്റ്റൻഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ
അല്ലെങ്കിൽ നമുക്ക് ഷാമ്പു ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പദം നമുക്ക് ചീറ്റിക്കാം. അപ്പൊ അതുകൊണ്ട് വെറും 1400 അത്രയ്ക്ക് 450 രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഇത്രയും വേഗം താഴേക്കാരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ കൊച്ചി എടപ്പള്ളിയിൽ നമുക്ക് ഒബ്രോൺ മാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾ എപ്പോഴൊക്കെ കൊച്ചിയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ വരാതെ കയറാതെ പോകരുത്, മിസ് ചെയ്യരുത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇനി ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ഓ, ഇത് സൂക്ഷിച്ചു വെക്കാൻ. ഈ ഭാഗം മുഴുവൻ ജർമ്മൻ ഐറ്റംസ് ആണ്. ജർമ്മനിയുടെ അതായത് നമ്മളുടെ ഏത് വൈപ്പർ വെച്ച് നമ്മൾ യൂസ് ചെയ്താലും എന്തെങ്കിലും പാടുകളും അതുപോലെ വെള്ളം ശരിക്കും പോരാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വെറുതെ ഇങ്ങനെ ഒരു എല്ലുകൊണ്ട് പോലും നമുക്കിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല ക്ലീൻ ആയിട്ട്. ഓ, അടിപൊളി. അത് മാത്രമല്ല ഇപ്പോഴത്തെ വീടുകളൊക്കെ ഇപ്പൊ സ്റ്റെയർ കേസ് ഒക്കെ പണ്ടത്തെ പോലെ വുഡ് അല്ല, എല്ലാവരും ഗ്ലാസ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഗ്ലാസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ അത്യാവശ്യമാണ് വീട്ടിലേക്ക്. ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ജർമ്മനിയുടെ ആണ് ഇതെല്ലാം. അതുപോലെ ഇതെല്ലാം ജർമ്മൻ ഐറ്റംസ് ആണ്. ഈ കാണുന്ന വാക്യൂം ക്ലീനേഴ്സ് എല്ലാ മെഷീനും, ഇൻഡസ്ട്രിയൽ മെഷീനുകൾ, വാക്യൂം ക്ലീനറുകൾ, പ്രഷർ പമ്പ്, അതുപോലെ അത് ഇൻഡസ്ട്രിയൽ ആണ്. റോബോട്ട് വാക്യൂം ക്ലീനർ വെറ്റ് ആൻഡ് ഡ്രൈ. വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. അതെ അതെ. എത്രയാണ് അതിന്റെ പ്രൈസ്? എത്രയാണ് നമുക്ക് ഇവിടെ വരുന്നത്? ആക്ച്വൽ പ്രൈസ് അതിന്റെ 39,000 ചില്ലറയാണ്. ഇപ്പൊ ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് 19,500 രൂപ. അത്രയും നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ടല്ലേ? എല്ലാം ഓഫർ ഇട്ടിരിക്കുന്നത്. എന്താ പറയാ, പൊടിയൊക്കെ അടിക്കാനും പറ്റും, അതുപോലെ തന്നെ തുടയ്ക്കാനും പറ്റും കേട്ടോ. വെള്ളം ഒഴിച്ച് തുടയ്ക്കാനും പറ്റും. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലേ? ഇതും വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. വാക്യൂം ക്ലീനർ. ഇപ്പൊ ബ്ലോവർ ഉണ്ട്. വിത്ത് ബ്ലോവർ, ബാക്ക് സൈഡിൽ ബ്ലോവർ, ഇവിടെ സെക്ഷൻ, ഇവിടെ സെക്ക് ചെയ്തിട്ട് പൊടിയെല്ലാം വലിച്ചെടുക്കാം. അതുപോലെ അകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാം. ഇതിന് സെക്ഷനും ഉണ്ട്, ബ്ലോവറും ഉണ്ട് അല്ലേ? ബ്ലോവറും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് വെറുതെ 6,800 രൂപീസ്. 6,800 രൂപ വരുന്നുള്ളൂ. അത് ജർമ്മനിയുടെ ആണ്. ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ 2 സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ എല്ലാ ജില്ലകളിലും ഇതിന്റെ സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അതായത് ഒരു വീട്ടിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം വേണം. കാറ് നമുക്ക് ക്ലീൻ ചെയ്യാം, സോഫ ക്ലീൻ ചെയ്യാം, ബെഡ് ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ആസ്മ പോലെയുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടോ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മിഷൻ കണ്ടു. ഇത് എന്താണ്? അത് പ്രഷർ പമ്പാണ്. കാർ കഴുകുന്നതാണ്. 110 ബാറിന്റെ ആണ്. അത് വെച്ച് നമുക്ക് കാറെല്ലാം വാഷ് ചെയ്ത്, അതുപോലെ തന്നെ ഈ പെയിന്റ് അടിക്കാനായിട്ട് മതിൽമില്, പൂപ്പല്, പായല് അതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഗണ്ണ് വെച്ച് അടിച്ചിട്ട് അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പെയിന്റ് അടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആ ചുമരിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ? അതിന്റെ അറ്റാച്ച്മെന്റ് നോസിൽസ് ഒക്കെ ആണ് ഇരിക്കുന്നത്. അറ്റാച്ച്മെന്റും പിന്നെ ഇതിലെല്ലാം ടയറുകളൊക്കെ ഉണ്ട്. അതെല്ലാം ആ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ പമ്പിന്റെ കുറച്ചുകൂടി കൂടിയ മോഡൽ, അത് കുറച്ചും കൂടി ഹോസ് എക്സ്റ്റൻഷൻ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള മോഡലാണ് ആയിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ യൂസിന്. ഇതിന്റെയൊക്കെ വിലയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട താഴെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഓഫീസിലേക്കൊക്കെ വേണ്ട ഐറ്റംസ് ആണ് അല്ലേ? ഡസ്റ്റ്ബിൻ 30 ലിറ്റർ, 45 ലിറ്റർ, 90 ലിറ്റർ, 120 ലിറ്റർ, 1200 അങ്ങനെ വലിയ വലിയ ലിറ്ററിന്റെ ബിന്നുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സത്യം പറയുകയാണെങ്കിൽ ഓഫീസിലേക്കും കടകളിലേക്കും മാത്രമല്ല നമ്മുടെ കിച്ചണിലൊക്കെ ദൂരം വേസ്റ്റ് ഇപ്പൊ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും വലുതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല എക്കണോമിക്കൽ ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഷോപ്പിലേക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ ഡസ്റ്റ്ബിൻ ഈ മോഡലൊക്കെ എന്ത് വിലയിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ 70 ലിറ്ററിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ഇതിന്റെ വലുതൊക്കെ 1300 ആ റേഞ്ചേ ഉള്ളൂ. 5 ലിറ്ററിന്റെ തുടങ്ങിയിട്ട് എല്ലാ തരം പല മോഡലുകളിലും കിട്ടും. ഡസ്റ്റ്ബിൻസ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഇത് സ്റ്റൂൾ ആണോ? ഫോൾഡബിൾ സ്റ്റൂൾ അല്ലേ? ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ മടക്കി നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അതിന്റെ തീരെ ചെറിയ ഐറ്റം തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പെട്ടെന്ന് ഒന്ന് ഇരിക്കണം, ഒന്ന് ഇരുന്ന് ടി വി ഒക്കെ കാണുമെന്നൊക്കെ തോന്നിയാലും അങ്ങനെയൊക്കെയുള്ള പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാം. അതിന് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ ഈസി ആണ്. മടക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മാത്രം മതി. നല്ലൊരു രസമാണ് കേട്ടോ. 790 ഇത് കൊടുത്തിട്ടുള്ള പ്രൈസ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം കണ്ടോ ചേട്ടാ? ഇത് എന്താണ് ഐറ്റം? ഇത് ആക്ച്വലി നാരങ്ങ ഇരിക്കുന്നുണ്ട്. ഇത് സ്റ്റോറേജ് ബോക്സ് ആണ്. സ്റ്റോറേജ് നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അതിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ അശ്രദ്ധമായിട്ട് ഇട്ടിരിക്കുന്നതൊക്കെ എടുത്ത് ഒരു സ്ഥലത്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇരിപ്പിടം പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇരിക്കാൻ പറ്റുമല്ലേ? കാണുമ്പോ ഇരിക്കാൻ പറ്റും തോന്നൂല. 200 കിലോ വരെ ഇത് സ്റ്റാൻഡ് ചെയ്യും. അമ്പോ അടിപൊളിയായിട്ടാ. ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് എന്താണ് ഐറ്റം? നാരങ്ങയുടെ ഷേപ്പിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് സ്റ്റോറേജും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാന്ന് ചേട്ടൻ പറഞ്ഞത് നോക്കി. ഞാനൊന്ന് ഇരുന്ന് നോക്കി. നല്ല സുഖമാണ്. പല മോഡൽ പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഇതിലൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ മോപ്പ് ഉണ്ട്, പല ടൈപ്പ് ചെയറുകൾ. നമുക്ക് ബേബി ചെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഇതെന്താ ചേട്ടാ? ഇത് സ്റ്റോറേജ് സ്പേസസ് ആണല്ലേ? ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള മുറിയിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ മുറി കാണാനായിട്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ അങ്ങനെ കീപ്പ് ചെയ്ത് വെക്കാം. തട്ടുകളാണ് 10 തട്ടുകളിൽ വരുന്നതാണ്. ഓരോ തട്ടുകൾ അങ്ങനെ 10 തട്ടുകൾ 10 തട്ടുകളായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്തൊക്കെ വെക്കാം. ഇതിനൊക്കെ 1400 1500 രൂപ അത്രേ ഉള്ളൂ. 1500 രൂപയുള്ള പ്രൈസ്. ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊടി കയറാതെ എടുത്തു വെക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സ്പേസസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സത്യത്തിൽ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ വീട്ടിലൊരു പ്രകാശപൂരിതമാവും. അതിന്റെ ഒരു ചെറിയ വെർഷനാണ്. ചെറിയ വെർഷൻ ആണല്ലേ? നല്ല കളറാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. കളർ
കാറുമാണ്. നമുക്കിപ്പോ എവിടേക്കെങ്കിലും അങ്ങോട്ടും അങ്ങോട്ട് കൊണ്ടുപോവാൻ, ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കാനും എല്ലാം സൗകര്യം. ടയറുണ്ട്, നല്ല ബ്യൂട്ടിയാണ് അത് കാണാനായിട്ട്. 3000 പ്രൈസ് റേഞ്ച് ആണ് ഈ ഒരു ഐറ്റത്തിന് നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ അതിന്റെ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നേരെ കയറുന്നത് വേസ്റ്റ് ബിൻസ്. പല ടൈപ്പ് ഓഫീസിലും ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ബിന്നുകളാണ്. അതിൽ ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ ആണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് കേട്ടോ. ചേട്ടാ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. ഞാൻ വന്നപ്പോ തന്നെ ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻസ്. ഇത് നമ്മളിങ്ങനെ വെറുതെ കൈ മുകളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്ലോസ് ആവും. ഇതെങ്ങനെ ബാറ്ററിയിലാണ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓൺ ആവും. അത് കഴിയുമ്പോഴേക്കും ടൈമർ ഉണ്ട്. 2 3 1 0 വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോസ് ആയിട്ടോ. അതുപോലെ ഇതെല്ലാം നമുക്ക് ഇതൊക്കെ സ്ലോ ക്ലോസേഴ്സ് ആണ്. പടക്ക് എന്ന് പറഞ്ഞൊന്നും അടയില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വന്ന് അടയും. സോഫ്റ്റ് ക്ലോസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ബക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അപ്പൊ എല്ലാം എടുത്തോണ്ട് പോകണ്ട. ഇതിനകത്തുള്ളത് മാത്രം എടുത്തോണ്ട് പോയാൽ മതി. അങ്ങനെയുള്ള പല ടൈപ്പ് മോഡലിലുള്ള ഡസ്റ്റ്ബിൻസ് ഉണ്ട്. അതായത് റെക്ടാംഗുലർ ഉണ്ട്, ഓവൽ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പല പല വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിൽ. അതായത് ഇന്നത്തെ ഒരു വീടിന് പുതിയ സ്റ്റൈല് വീടിന് ഇണങ്ങുന്ന രീതിയിലുള്ള പല ടൈപ്പ് ഡസ്റ്റ്ബിൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് സോപ്പ് ഡിസ്പെൻസേഴ്സ്, ബാത്റൂമിൽ വാഷ് ബേസിലൊക്കെ വെക്കാൻ പറ്റുന്ന സോപ്പ് ഡിസ്പെൻസേഴ്സും അതുപോലെ തന്നെ പല രീതിയിലുള്ള ടവൽ പുള്ളേഴ്സ് ഒക്കെയാണ് അല്ലേ. ടവലൊക്കെ നമുക്ക് ഇത് ഡ്രയർ, കൈ ഉണക്കാനുള്ളത്. ഇത് ഓട്ടോമാറ്റിക് സെൻസർ ഉള്ള ഇത്. അത് നമ്മൾ ഞെക്കൊന്നും വേണ്ട, കൈ ഇങ്ങനെ ജസ്റ്റ് 2000. നമ്മളിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ലിക്വിഡ് വരും. അത് നമ്മൾ വാഷ് ചെയ്യാം. ഇതൊക്കെ പിന്നെ മാനുവലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് നമ്മള് ടവലാണ്. ഒരു 4300 4500 ആൾക്ക് അറിയാനൊരു കൗതുകം. അതുപോലെ ഈ ഒരു പേപ്പർ ഡിസ്പെൻസറിനോ അതിനൊക്കെ വളരെ 1500 മുതലൊക്കെ ലോഡ് ചെയ്യാനുള്ള പേപ്പറും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് പല സൈസ് ഉള്ളതുണ്ട്. ചെറിയ റോൾ ഉള്ളതുണ്ട്, അതിൽ തുടങ്ങി വലിയ റോള്, അങ്ങനെ പിന്നെ എം ഫോൾഡ്, അതായത് ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്തത് വരുന്ന ആ മോഡലുകൾ, അതെല്ലാം ഇവിടെയുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ മോപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയത്. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇത് കഴുകി യൂസ് ചെയ്യാം. ഇത് പൊടിയും എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കാനും പറ്റും. ഈ മൈക്രോ ഫൈബർ ആയതുകൊണ്ട് ഇതിൽ മൊടിയും പൊടിയും എല്ലാ സാധനങ്ങളും നല്ല ക്ലീൻ ആവും, ഒരു ഇതുമില്ലാതെ. പിന്നെ ഇത് അലുമിനിയം ഹാൻഡിലാണ് വരുന്ന ഈ ഫ്രെയിം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നല്ല യൂസ്ഫുൾ, വർഷങ്ങളോളം വീട് നിൽക്കുന്ന പറഞ്ഞാൽ ലോങ് ലൈഫ്. അതാണ് അതിന്റെ പ്രത്യേകത. 360 ഡിഗ്രി ആണ് അത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാപ്പുകളിൽ ക്ലീൻ ചെയ്യാനോ എല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ പല സൈസസ് അവൈലബിൾ ആണ്. അതിന്റെ പല സൈസസ് അവൈലബിൾ ആണ്. 18, ഇതിന്റെ ചെറുതും ഇതിന്റെ വലുതും ഏറ്റവും വലുതും ഇതൊക്കെയാണ് ബിഗ് സൈസ്. ബിഗ് സൈസ് അല്ലേ? ഏറ്റവും ബിഗ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബിഗ് സൈസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മൈക്രോ ഫൈബറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാലും നമുക്ക് ഇത് മാത്രമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് ഇതിനെല്ലാം കിട്ടും. എല്ലാ സൈസ് സ്പെയർ പാർട്സ് ഉണ്ട് ഈ ഒരു ഐറ്റത്തിന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നീടായാലും ഈ മൈക്രോ ഫൈബർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മോപ്പൊക്കെ ആണെങ്കിൽ അതിന്റെ ആ ഒരു ഇത് പോയി കഴിയുമ്പോൾ നമുക്ക് വലിച്ചെറിയണം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പെയർ അവൈലബിൾ ആണ്. അപ്പൊ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഇതില് വെള്ളം നിറച്ചു വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വെള്ളം വരും. നമുക്ക് തുടച്ച് നമുക്ക് പോവാം. ഇതിനൊക്കെ എന്ത് വിലയായിരിക്കും സ്പ്രേ മോപ്പിന്? 480 രൂപ. അത്രേ ഉള്ളൂ അല്ലേ? 450 രൂപ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഐറ്റം കണ്ടു. നമുക്ക് നിലത്ത് എന്തെങ്കിലും വീണായിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ക്ലിപ്പർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ്. ഇതിപ്പോ നമുക്ക് ഇപ്പൊ നിലത്ത് തന്നെയല്ല, മുകളിൽ പൊക്കത്ത്, അത് വ്യത്യസ്ത ഹൈറ്റിലുണ്ട്. മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് എടുക്കാം. അങ്ങനെ പിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നിലത്തൊക്കെ ബാത്റൂമിൽ കുറച്ച് മുടി കട്ട പിടിച്ച് കിടക്കണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ക്ലോസ് ചെയ്യും. അതായത് ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ ആളുകൾക്ക് എടുക്കാനായിട്ട് അറപ്പൊക്കെ ഉണ്ടാവും. ഇപ്പൊ മുടിയൊക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവം നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് എടുക്കാം. പിന്നെ പറമ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇലയൊക്കെ കയ്യിലും ഇങ്ങനെ ഇല എടുത്ത് ഒരു ബക്കറ്റും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുപോകാം. അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവൈലബിൾ ആണ്. ഇതാണെങ്കിലും പല ടൈപ്പ് ബ്രഷുകളാണ്. നമുക്ക് സൈഡ് ഫാനൊക്കെ കഴുകാനും ഫാൻ തുടയ്ക്കാനുള്ള ബ്രഷുകളൊക്കെ, ഫാനൊക്കെ ഇതിന്റെ ലീഫൊക്കെ ഇതിന്റെ ഇടയിൽ കൂടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഇതിന്റെ ലെങ്ത് ഉണ്ടല്ലേ, ഹാൻഡിൽ ഉണ്ടാവും. എന്നിട്ട് ലീഫ് ഇങ്ങനെ നിൽക്കല്ലേ, അപ്പൊ നമ്മൾ ഈ ലീഫിന്റെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ ടോപ്പും ബോട്ടവും എല്ലാം ക്ലീൻ ആയി കിട്ടും. 350 രൂപയാണ് അതിന്റെ വില. 350
അല്ലേ? പിന്നെ അതുപോലെ തന്നെ അതും അത് തന്നെ ഫാൻ്റെ പുറത്തുനിന്ന് അത് ഇമ്പോർട്ടഡ് ആണ്. അല്ല എല്ലാത്തരം ഐറ്റംസും കിട്ടും. അപ്പൊ ഇതിന്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ക്ലോത്ത് വരും. ഇത് റബ്ബ് ചെയ്യാനും ഇത് വൈപ്പ് ചെയ്യാനും. റബ്ബ് ചെയ്യാനും വൈപ്പ് ചെയ്യാനും അല്ലേ ഗ്ലാസ്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൽ മതി. മൾട്ടി പർപ്പസ് ആണ്. നമ്മളിപ്പോ ഗ്ലാസിന്റെ അവിടെ എന്തെങ്കിലും പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുക, അതിനുശേഷം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം. ക്ലീൻ ആവും. അപ്പൊ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് കേട്ടോ. വളരെ നിസ്സാരമായിട്ടുള്ള വിലയിലാണ് ഇവിടെ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു മാജിക് വൈപ്പർ ഉണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്ത് ഇത് എവിടെയെങ്കിലും നമുക്ക് തൂക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വലിച്ചു വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് കണ്ണിപ്പെടാത്ത പൊടി, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ നമ്മൾ തുടച്ചു പോയതാണ്, പക്ഷെ നമ്മൾ പൊടി ഇല്ലാന്ന് വിചാരിക്കുന്നിടത്തും പൊടിയുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, അപ്പൊ തന്നെ ആ പൊടി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇത് സിലിക്കൺ ആണ്. അത് ഒരിക്കലും തേയ്മാനം സംഭവിക്കുകയില്ല. ഒത്തിരി നാൾ നമുക്കിത് കുറെ കാലങ്ങളോളം ഉപയോഗിക്കാം. പിന്നെ ഇത് സ്റ്റീലിന്റെ ഹാൻഡിലാണ്. എവിടെ നമ്മൾ പൊടിയില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പൊടി, നമ്മളുടെ കണ്ണിപ്പെടാത്ത പൊടിയുണ്ട്. നമ്മൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ പൊടി വന്നേക്കുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എത്ര പ്രൈസ്? ഇത് രണ്ടു തരം ഇതുണ്ട്. ഇതിന്റെ വീതി കുറഞ്ഞതുകൊണ്ട് വീതി കൂടിയതുകൊണ്ട്. വീതി കുറഞ്ഞതിന് 285 വീതി കൂടിയതിന് 335. 285 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ഇത് മൾട്ടി പർപ്പസ് ആണ്. വെള്ളം വലിക്കാൻ മതി. നമ്മുടെ ബാത്റൂമിൽ ക്ലോസറ്റിന്റെയും ചുമരിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ ഇത്ര വലിപ്പമുള്ളത് കയറാത്തത് കൊണ്ടാണ് ആ ചെറിയ ഇത് കണ്ടോ കളഞ്ഞ സ്ഥലത്താണ് ഇത്രയും പൊടികളുള്ളത്. ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു വില മാത്രമാണ് നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത്. എല്ലാം വാഷ് ബേസിനുകൾ കഴുകുന്ന ബ്രഷുകൾ, അതുപോലെ പൊടിയടിക്കുന്ന ബ്രഷുകൾ, ടോയ്ലറ്റിന്റെ അകത്ത് കഴുകുന്ന ബ്രഷുകൾ, ക്ലോസറ്റിന്റെ അകത്തെ കഴുകുന്ന ബ്രഷുകൾ, കഴുകുന്ന ബ്രഷ്, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് വേണമെങ്കിലും ഇതാവും. അതായത് നമ്മൾ ഈ കോർണറുകളിലൊക്കെ കഴുകാനുള്ള ഇതും ഇവിടെയും അതുപോലെ ഇങ്ങനെ മുകളില് എല്ലായിടത്തേക്കും ഇത് ബ്രഷ് തിരിക്കാം. ഏത് എഡ്ജിലേക്ക് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്നൊക്കെ പറയാൻ സാധിക്കും കേട്ടോ. പിന്നെ ആളുകൾക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു ഐറ്റം ഞാൻ അവിടെ കണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ്? ഇത് കണ്ടോ, ഇതെന്താണ് ഐറ്റം? ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതാണ് അല്ലേ? ഇത് ഗ്ലാസ് തന്നെയല്ല, നമുക്ക് അലമാരിയുടെ മുകളില് കബേർഡിന്റെ മുകളിലൊക്കെ ഇതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെയുള്ള AC-യുടെ മുകളിൽ വശങ്ങളിലും അതുപോലെ കബേർഡിന്റെ മുകളിൽ വശങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാം. ഇത് നനച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ ഇത് അഴിച്ചെടുത്തിട്ട് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതും മറ്റൊരു ടൈപ്പിലുള്ള മോപ്പാണ് അല്ലേ? നമുക്ക് വിവിധ തരത്തിലുള്ള അതുപോലെ ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഗ്ലാസ് ക്ലീനർ ആണ് അല്ലേ? അതെ. ഒരു സൈഡില് റബ്ബ് ചെയ്യാനും ഒരു സൈഡിൽ വൈപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള. അത് കാറിന്റെ പൊടികളൊക്കെ എല്ലാം തട്ടാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അത് വിവിധ തരം ബ്രഷുകൾ, ബാത്റൂം കഴുകുന്ന ബ്രഷുകൾ, പിന്നെ അതുപോലെ ഇതുപോലത്തെ മോപ്പുകളും ഈ സ്വിംഗ് ചെയ്യുന്ന മോപ്പ്. അതായത് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ വെള്ളം പിഴിഞ്ഞു പോകും. നോർമലി പല സ്ഥലത്തും സ്പിന്നിങ് മോപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന സ്പിന്നിങ് മോപ്പുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്വാളിറ്റി കൂടിയ ഒരു ഐറ്റം ആണ്. ഇതാണ്. ഇതിൽ നല്ല ഗുഡ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ പ്രഷർ വന്നിട്ട് ഈ വെള്ളം കൊണ്ടുവന്നിട്ട് ഇത് വാഷ് ചെയ്തിട്ട് മുടിയെല്ലാം ഇതിൽ പിടിച്ച് ബാഡ് വാട്ടർ ഇങ്ങോട്ട് പോകും. കുറെ പ്രത്യേകതയുള്ള ഐറ്റംസ് ആണ്. സാധാരണ കാണുന്ന ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ ഉള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു ടൂൾ ആണെന്ന് പറയാം, ക്ലീനിങ് ടൂൾ അല്ലേ? ഇത് 9-in-1 ആണ്. അതായത് 9 തരം ബ്രഷുകളുണ്ട്. സോഫ കഴുകാം, വാഷ് ബേസിൻ കഴുകാം, ബാത്റൂം കഴുകാം, ടൈല് കഴുകാം. അപ്പൊ വ്യത്യസ്തമായ ടൂൾ എന്ന് പറയാൻ കാരണം ഇതാണ്. ഇത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് താഴത്തേക്ക് കുമ്പിടാതെ ഒക്കെ തന്നെ ചെയ്യാനായിട്ടാണ് ഇത്. എക്സ്റ്റൻഷൻസ് ഉണ്ട്. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് തരം ഇപ്പൊ വാഷ് ബേസിൻ കഴുകണമെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇത് ഡയറക്റ്റ് തന്നെ ഇതിന്റെ ബ്രഷുകൾ ഫിറ്റ് ചെയ്തിട്ട് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ബട്ടൺ ഓൺ ചെയ്യുക, 2 സ്പീഡ് ഉണ്ട്, നമുക്ക് ഇത് കഴുകാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ചാർജ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സോഫ കഴുകാനുള്ള തരം ബ്രഷുകളും അങ്ങനെ എല്ലാം 9 തരം ബ്രഷുകൾ ഇതിനകത്ത് നമുക്ക് ഇതിന് 1050 രൂപ മാത്രം. 1050 രൂപ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് വളരെ വലിയൊരു ഉപകാരപ്രദമായിട്ടൊരു സംഭവമാണ്. ഇതിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പല എക്സ്റ്റൻഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ എക്സ്റ്റൻഷൻ മോപ്പ് പോലെ തന്നെ ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് പിന്നെയും ഇനിയും നീട്ടാൻ പറ്റും അല്ലേ? ലോക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എക്സ്റ്റൻഷൻ നമുക്ക് വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് നീട്ടാൻ സാധിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോറിലുള്ള കംപ്ലീറ്റ് അഴുക്കും കാര്യങ്ങളും അല്ലെങ്കിൽ സോഫയിലെ അഴുക്കും അല്ലെങ്കിൽ എല്ലാം ടോപ്പില് ഇതുപോലെയുള്ള പോർഷനിലെ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്ന് പറയാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു ഷോപ്പിൽ നമുക്ക് പല ടൈപ്പ് കാർപ്പറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളുള്ള ഐറ്റംസ് ആണ് അല്ലേ കേട്ടോ? അതെ. ഇത് എന്ന് പറയുമ്പോൾ വെള്ളം അബ്സോർബ് ചെയ്യും, കിഡിയില്ല. ഇത് എവിടെയെങ്കിലും തറയിൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ തെന്നും എന്നുള്ളൊരു പേടി വേണ്ട. അതായത് അത്ര
അനങ്ങൂല. പിന്നെ അനങ്ങൂല സംഭവം. ബാത്റൂമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബാത്റൂമിന്റെ പുറത്ത് നമ്മൾ കാല് കൊണ്ട് വന്ന് ഇവിടെ വെക്കുമ്പോൾ തന്നെ ആ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. ഇതൊക്കെ 250 രൂപയ്ക്ക് 2 എണ്ണം, 125 ആ റേഞ്ചൊക്കെ ഉള്ളൂ. അത്ര ഉള്ളല്ലേ? ഓക്കെ. പക്ഷെ അന്ന് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ വാഷ് ചെയ്യാം, വാഷബിൾ ആണ്. കുറച്ച് സോപ്പ് ഇട്ടിട്ട് കണ്ട് കഴുകുക, സാധാരണ ചവിട്ടി പോലെയല്ല. പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. സോപ്പ് ഇടുക, വെള്ളം ഒഴിക്കുക, കഴുകുക, അല്ല ക്ലീൻ, പഴയ മാതിരി ക്ലീൻ. അതിന്റെ പല പല കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചൂസ് ചെയ്യാം. പല പല സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, പല പല ഷേപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ് അകത്ത് നമ്മള് ഷവറിന്റെ അകത്ത് ഇടുന്നതാണ്, തെന്നാതിരിക്കാനും. ഇത് മുഴുവൻ വാക്യൂമാണ്. ഇതിൽ ഇത്രയും ഫുള്ളായിട്ട് വാക്യൂം. ഈ വാക്യൂം അവിടെ പിടിച്ചു കിടന്നു കഴിഞ്ഞാൽ പിന്നെ തെന്നില്ല, ഇങ്ങോട്ട് പോകില്ല. ഇത് കാലൊരയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉള്ളതൊക്കെ ഉണ്ട് ഇതിൽ. കാലൊരയ്ക്കാൻ എപ്പോഴും എല്ലാവരുടെയും ഇങ്ങനെ ടൈലൊക്കെ ഉള്ള ബാത്റൂമാണല്ലോ, അരയ്ക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ അതൊക്കെ ഇട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മോഡൽസും ഉണ്ട്. അങ്ങനെയുള്ള മോഡൽസ് സ്ലിപ്പ് ആവത്തില്ല എന്നാണ് പറയുന്നത്. മുഴുവൻ വാക്യൂമായിട്ട് പിടിച്ച് നമ്മൾ തറയിൽ പിടിച്ച് കിടക്കും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചവിട്ടികളാണ് നമുക്ക് ഇവിടെ കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ചവിട്ടികളാണ്, നോർമൽ ആയിട്ടുള്ള ചവിട്ടികളല്ല. ടൂത്ത് പിക്ക് ഡിസ്പെൻസർ തൊട്ട് കോട്ടൺ സ്വാബ് ഹോൾഡർ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ ഇലക്ട്രിക് മിൽക്ക് ഫ്രോത്തർ ആണ് കേട്ടോ. അതായത് പാല് നമുക്ക് പതയ്ക്കുന്ന ഐറ്റം അല്ലേ? ഇത് ജ്യൂസ് മെഷീൻ. നമ്മൾ ട്രാവൽ പോയി കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. ഇതൊക്കെ റീചാർജബിൾ ആണ്. ചാർജ് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് നടക്കാം ഈസി ആയിട്ട്. നല്ല പവർ ഉണ്ട്, നല്ല പവറും ഉണ്ട്. അതുപോലെ അരിപ്പൊന്നും വേണ്ട, എല്ലാം ഇതിന്റെ അകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചുകൊണ്ട് അടിക്കുക, ഒഴിക്കുക, കുടിക്കുക. എത്ര വില എത്ര വരുന്നത്? ഇത് 398 രൂപയൊക്കെ. അത്ര ഉള്ളല്ലേ? ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള. അതുപോലെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് ക്യാമറയാണെന്ന്, പക്ഷെ ഇത് ക്യാമറയല്ല, ഇതൊരു ഗ്ലാസ് ആണ്. ചായ കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് ചെയ്യാനുള്ള ഇതുകളും എല്ലാം ചെറിയ ചെറിയ എല്ലാം ഇതാണ്. റീചാർജ് ചെയ്തിട്ട് ഷേക്ക് അല്ലേ, ബ്ലെൻഡ് ചെയ്തൊക്കെ നമുക്ക് കഴിക്കാം. മറ്റൊരു മിക്സി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും കുരുമുളക് പൊടിക്കുന്നത്. കുരുമുളക് പൊടിക്കുന്നത് അല്ലേ? അതെ, അത്ര ഇതായിട്ട് ബാറ്ററിയിലാണ് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇത് കുരുമുളക് ഇതിൽ നമ്മൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ തന്നെ പൊടിയായിട്ട് ഇതിൽ വരും അല്ലേ? ഇത് നമ്മുടെ ഗ്രൈൻഡറാണ്. ഏലക്ക പൊടിക്കാനും കുരുമുളക് പൊടിക്കാനും സ്പൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഐറ്റം നമുക്ക് ഹാർഡ് മെറ്റീരിയൽസ് ഒക്കെ പൊടിക്കാൻ ചെറിയ ചെറിയ മിക്സികളാണ് കേട്ടോ. ഇതിൽ മുഴുവൻ ഫിഷ് കട്ടിങ്ങിന്റെ സിസേഴ്സും വെജിറ്റബിൾ പീലേഴ്സ്. എല്ലാ വീട്ടിലും വലിയ വലിയ ഫ്രിഡ്ജുകളല്ലേ? അപ്പൊ നമുക്ക് അത് ഓർഗനൈസ് ചെയ്ത് ഇപ്പൊ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എഗ്, മീറ്റ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ആണ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. ഇതിനൊന്നും വലിയ വിലയില്ല, പക്ഷെ എല്ലാം എഡിബിൾ ക്വാളിറ്റി പ്ലാസ്റ്റിക് വെച്ച് ചെയ്തിട്ടുള്ള ഫുഡിന്റെ ഐറ്റംസ് ആണ്. സ്പെഷ്യൽ ടൈപ്പ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഐറ്റം ആണ്. കണ്ടോ, ഫ്രഷ് ആയിട്ട് നമുക്ക് എല്ലാം കീപ്പ് ചെയ്യാം. നല്ലൊരു പ്രസന്റേഷൻ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും പല ടൈപ്പിലുള്ള ഹാൻഡ് ഫാനുകളാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ ലേഡീസ് ഒക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ലേഡീസിനൊക്കെ പെട്ടെന്ന് ഒരു തണുപ്പിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് ഫാനുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഫാനുകളാണ്. അതിനെല്ലാം സ്റ്റോറേജും ഉണ്ട് കേട്ടോ. ചാർജ് സ്വിച്ച് അമർത്തിക്കേണ്ടത് അതേ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു കാറ്റ് നമുക്ക് ലഭിക്കുന്നു കേട്ടോ. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനൊക്കെ എത്രയായിരിക്കും വിലയൊക്കെ വരുന്നത്? ഇത് 200 രൂപ. അങ്ങനെയുള്ള അല്ലേ? പല മോഡലിന് ഓരോരോ. പിന്നെ അതുപോലെ മിനി വാക്യൂം ക്ലീനർ, 3-in-1 വാക്യൂം ക്ലീനർ, അങ്ങനെയുള്ള ഐറ്റംസ് അവൈലബിൾ. അതുപോലെ മൾട്ടി ഫങ്ഷണൽ എമർജൻസി കാർ വാക്യൂം ക്ലീനർ, പിന്നെ അതുപോലെ ടർബൈൻ വാഷിംഗ് മെഷീൻ ആണ്. ചെറിയൊരു വാഷിംഗ് മെഷീൻ ആണ്. മൈ ഗോഡ്, വാഷിംഗ് മെഷീൻ എന്ന് പറയാം. ഓക്കെ. ഇത് നമ്മുടെ വീട്ടിലുള്ള ബക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് മെഷീൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനിത് നോക്കി നടക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ആക്ച്വലി. അത് സ്റ്റിക്കായിട്ട് ബക്കറ്റിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ഐറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു വാക്യൂം യൂസ് ചെയ്ത് നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ബക്കറ്റിൽ സ്റ്റിക്ക് ചെയ്യാം. സ്വിച്ച് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇത് കിടന്ന് സ്പിൻ ആവും കേട്ടോ. ഇത് സ്പിൻ ആകുമ്പോൾ ആ തുണി നമുക്ക് അലക്കി കിട്ടും. ഇത് ഭയങ്കര അല്ലേ, ഒരു ചെറിയൊരു യൂസിനൊക്കെ ഭയങ്കര വലിയ വലിയ ഇതുകളൊന്നും അല്ല. ഇന്നർവേഴ്സും അതുപോലെ ഉണ്ണികളുടെ ന്യൂബോൺ ബേബീസിന്റെ തുണികള്, മൂത്ര തുണികളെല്ലാം നല്ല ക്ലീൻ ആയിട്ട്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ തുടക്കുന്ന യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് എത്ര വില എത്ര വരുന്നത്? 235 രൂപ. 235 രൂപ മാത്രം കേട്ടോ. പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ മിനി വാഷിംഗ് മെഷീൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ കാണുന്നത്. ടർബൈൻ വാഷ് എന്നാണ് ഇതിന്റെ പേര്. ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്, ഫോർവേഡ് റൊട്ടേഷനും ഉണ്ട്, റിവേഴ്സ് റൊട്ടേഷനും ഉണ്ട്, ഓട്ടോമാറ്റിക് സൈക്കിൾ ക്ലീനിങ്. ഒരുപാട് ടെക്നോളജി ഉള്ള ഐറ്റം ആണ്. നിങ്ങൾ വാങ്ങിക്കുക, യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് നമുക്ക് കിച്ചണിലേക്കൊക്കെ നമുക്ക് സ്പൈസസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മസാല കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള പലതരം കണ്ടെയ്നർ ജാറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. പല ടൈപ്പിലുള്ള ഉണ്ട്. പിന്നെ അതുപോലെ ഷേക്കേഴ്സ്, പല ടൈപ്പിലുള്ള ഷേക്കേഴ്സ്. പിന്നെ അതുപോലെ ഇതൊക്കെ എല്ലാം കിച്ചണിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഗ്ലാസ് ഭരണീനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ജാറുകളുണ്ട് കേട്ടോ. 363 ഒക്കെയാണ് ഇത്രയും വലിയ ജാറിന്റെ പ്രൈസ് നമുക്ക് വരുന്നത്. ഇതെന്താ ചേട്ടാ ഇത് ഐറ്റം? ഇത് നമുക്ക് അലമാരിലെല്ലാം കട്ട് ചെയ്ത് ഇടാൻ, ഫ്രിഡ്ജിലും കട്ട് ചെയ്ത് ഇടാൻ ഉപയോഗിക്കും. ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാം അല്ലേ? അത് ശരിയാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ചില ഡ്രോയറിന്റെ ഒക്കെ ഉള്ളിലൊക്കെ നമുക്ക് ഒരുപാട് പൊടി കാണാം.
ആണ്. അപ്പൊ അവിടേക്ക് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, ക്ലീനിങ്ങും ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള റോളേഴ്സ് അവൈലബിൾ ആണ്. അത് പ്ലേറ്റ് ഒക്കെ പൊട്ടാതിരിക്കാനായിട്ട് നമ്മൾ സിങ്കിൽ ഇടുന്നതാണ്. ഓ, സിങ്കില് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് ഒക്കെ എടുത്ത് ഇടുമ്പോൾ പൊട്ടൂല എന്നാ പറയുന്നത്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. 148 രൂപ മാത്രമേ ഉള്ളൂ സിങ്ക് മാറ്റ്. അത് പല ഷേപ്പിലും പല സൈസിലും ഉള്ള സിങ്ക് മാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ പല ടൈപ്പ് മൈക്രോ ഫൈബർ ക്ലോത്തുകളാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സിങ്കിൽ ഇടുന്നത് മറ്റേ ഇതെല്ലാം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി സിങ്കിൽ ഇടുന്നത് അല്ലേ. പിന്നെ ആന്റി വൈബ്രേറ്റിംഗ് പാഡ്സ്, വാഷിംഗ് മെഷീനെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാനുള്ള ഇത് ഡോറിനെല്ലാം ഹോൾസ് അടിയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ കൂടി പാറ്റയും പല്ലിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് അല്ലേ. 36 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതായത് AC ഒക്കെ ഉള്ളപ്പോൾ ചില സമയങ്ങളിൽ AC ഒക്കെ താഴത്തോടി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലോത്ത് ഒന്നും ഇടണ്ട, ഈ സാധനം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പല ടൈപ്പ് ഫിൽറ്റേഴ്സ്, അരിപ്പകൾ, കാര്യങ്ങൾ എല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴും ഇതെന്തോ ഇത് പേസ്റ്റ് സ്ക്യൂസ് ചെയ്യുന്നത്. ഓ, പേസ്റ്റ് സ്ക്യൂസ് ചെയ്യുന്ന സാധനം. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ പേസ്റ്റിന്റെ ഉള്ളിട്ട് വെച്ചാൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് സ്ക്വീസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും വരും കേട്ടോ. അതുപോലെ ഈ ഒരു മൈക്രോ ഫൈബറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ ഇടാം, ഹാൻഡ് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിന്റെ വലുതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കാർ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കാറിലേക്ക് ഗ്ലൗസ് പോലെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ തുടച്ച് നമുക്ക് കഴുകാനായിട്ട് സാധിക്കും. ഓവൻ ഗ്ലൗസ്. ഓ, ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓവൻ്റെ ഉള്ളിലാണ് സങ്കല്പിച്ചേണ്ടത്. ഇത് ഇങ്ങനെ പാത്രം നമുക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും. ഈ റെഡിനൊക്കെ വരുന്ന 369 അങ്ങനെ പല കളറിൽ പല ഷേപ്പിൽ ഓവൻ ഗ്ലൗസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന ബ്രഷുകളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കോസ്മെറ്റിക് മിറേഴ്സ് ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള കോസ്മെറ്റിക് മിറേഴ്സ് അവൈലബിൾ ആണ്. ഇത് മിറർ വിത്ത് കോമ്പാണ്, ചെറിയൊരു കോമ്പും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മിററും നമുക്ക് അവൈലബിൾ ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു സെക്ഷനിലുണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ലോണ്ടറി ബാഗാണ്. അതെ, നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോയി ഇത് ഇത്രയേ ഉള്ളൂ. യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എടുത്തിടാം, സെപ്പറേറ്റ് ചെയ്യാം. യൂസ് ചെയ്തതും ചെയ്യാത്തതായിട്ടുള്ള വസ്ത്രങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ബാഗ് ആണെന്ന് പറയാൻ സാധിക്കും. ലോണ്ടറി ബാഗ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഇതും ലോണ്ടറി ബാഗ് തന്നെ. ഇതിപ്പോ നമുക്ക് കൂടുതലും ഇത് അലങ്കാര പണികളൊക്കെ ചെയ്ത ചുരിദാറൊക്കെ മറ്റുള്ള ഡ്രസ്സുകൾ കൂടിയിട്ട് അതൊക്കെ കംപ്ലൈന്റ് ആവാൻ സാധ്യത. അത് ഇതിനകത്തിട്ടിട്ട് നമ്മൾ നേരെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ ആ ഡ്രസ്സിന് യാതൊരു കംപ്ലൈന്റും വരില്ല, നമുക്കത് വാഷ് ചെയ്ത് ലഭിക്കുകയും ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ പുതപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാക്യൂം ചെയ്ത് നമുക്ക് ഭദ്രമായിട്ട് പൊടി കയറാതെ ഈ ബാഗിൽ നമുക്ക് സൂക്ഷിച്ച് തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ വീടുകളൊക്കെ 1, 2, 3 ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സുരക്ഷിതമായിട്ട് ഇരിക്കും. നമ്മുടെ ആവശ്യ സമയത്ത് ഉപയോഗിക്കും. ഏകദേശം 149 രൂപയ്ക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൈസ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് കൂടി പോകുന്ന പേടിക്കേണ്ട. ഇപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് ചിലപ്പോൾ കോട്ടൺ ഡ്രസ്സിനും പോളിസ്റ്റർ ഡ്രസ്സൊക്കെ ആയിരിക്കും, നമ്മൾ കോട്ടണിലൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഉരുകിപ്പോകും. ഈ പാഡ് നമ്മൾ ഈ ഡ്രസ്സിന്റെ മുകളിൽ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി നമ്മൾ അയൺ ചെയ്യും. അപ്പൊ ഡ്രസ്സിന് യാതൊരു തകരാറും വരില്ല, എന്നാൽ നമ്മുടെ ഡ്രസ്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷർട്ടുകൾ ഇതുപോലെയുള്ള ഫാൻസി ഷർട്ടുകളുടെ ഒരു പ്രത്യേകത നമുക്ക് അധികം ചൂട് കൂടാൻ പാടില്ല. അപ്പൊ ഇത് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമുക്ക് ഏത് ചൂട്ടിൽ വേണമെങ്കിലും അതിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഗ്ലൗസുകൾ ഗാർഡൻ ടൈമിൽ ഗാർഡനിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരം ഗ്ലൗസുകൾ, പിന്നെ അതുപോലെ അടിച്ചുവാരികൾ, കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ കിടക്കുന്നത് കേട്ടോ. വിവിധ തരം കട്ടിംഗ് ബോർഡുകളാണ് ഇത്. നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നത് മരത്തിന്റെയും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിന്റെ ഒക്കെയാണ്. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വരകൾ വീഴും. ഈ വരകൾ വീണ് അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഇരിക്കുമ്പോൾ അത് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ആ അഴുക്കുകൾ വീണ്ടും നമ്മളുടെ ഈ പദാർത്ഥങ്ങളിലേക്ക് വരും. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റീലിന്റെ കട്ടിംഗ് ബോർഡ്സ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഇങ്ങനെ നമ്മൾ സ്ലിപ്പായി പോകില്ല. ഇപ്പോൾ അഥവാ നമ്മൾ കിച്ചണിന്റെ സ്ലാബിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ലോക്കാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ചപ്പാത്തി കുഴയ്ക്കാം ഇതിന്റെ മുകളിൽ, പിന്നെ കട്ട് ചെയ്യാം. എന്ത് വന്നാലും ഇങ്ങനെ വര വീഴാത്തോണ്ട് അതിനുള്ളിൽ അഴുക്കും കയറിയിരിക്കില്ല, നമുക്ക് ക്ലീൻ ചെയ്യാനും. ഇത് 450, 550 പല സ്മോൾ, മീഡിയം അങ്ങനെ പല സൈസിലും ഇത് നമുക്ക് ലഭിക്കും. അത് കണ്ടോ, ഇതാണ് ഇത് ചെറിയ സൈസ്, ഇത് ബിഗ് സൈസ് കണ്ടോ, ബിഗ് ടേബിൾ ടോപ്പ്. ഇതെല്ലാം ഈ സോപ്പ് നമ്മള് ബാത്റൂമുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഫിറ്റിങ്സ് മുഴുവൻ. ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ ആണി അടിക്കേണ്ട അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. എല്ലാം സ്റ്റിക്കിംഗ് ആണ്. അതായത് ഇതിന്റെ കൂടെ സ്റ്റിക്കേഴ്സും കൂടി
ആണ്. നമ്മൾ ഒട്ടിക്കുന്നു, അതിന്റെ മുകളിൽ നമ്മൾ ഇത് തൂക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അഥവാ ഇനിയിപ്പോൾ ഇതിന്റെ സ്റ്റിക്കറിന് എന്തെങ്കിലും കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ കംപ്ലൈന്റ് വന്നാൽ തന്നെ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണത്. ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിവിടെ നോക്കി അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണല്ലേ അതിന്റെ. ഇപ്പൊ ബാത്റൂം ഐറ്റംസ് മാത്രമല്ല, ഇതൊക്കെ നമുക്ക് കപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഷേവിംഗ് അമ്യൂണിറ്റീസ് ഒക്കെ വെക്കുന്ന ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഇത് പെർഫ്യൂംസ്, സോപ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് സ്റ്റിക്കിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. സ്ക്രൂയിങ് അല്ല. ഇപ്പൊ സ്ക്രൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു പണിക്കാരനൊക്കെ വിളിക്കണം, അയാൾക്ക് കാശ് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കര പ്രോബ്ലം ആണ്, അത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഏതൊരു ഇപ്പൊ ലേഡീസിനാണെങ്കിലും ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ലേഡീസിനാണെങ്കിലും ഇതിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജസ്റ്റ് യൂസ് ആൻഡ് എന്താ പറയാ പ്ലഗ് ആൻഡ് യൂസ് എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മൾ കണ്ടല്ലേ. ഇത് എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ്? ബാത്തിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ അവൈലബിൾ ആണ്. കോമ്പും അതുപോലെ തന്നെ ബാത്ത് ടവൽസ്, സോപ്പ് ട്രേ, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൽ. അത് വ്യത്യസ്തമായ മോഡലുകളിൽ ഗിഫ്റ്റുകളും നമുക്ക്. ഇത് ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ടല്ലേ. ഒരുപാട് ടൈപ്പ് ടിഷ്യൂസ്, അതുപോലെ എല്ലാ മോഡലുകളിലും, ചെറിയ മോഡലുകളിലും, അതുപോലെ ബോക്സ് മോഡല്, ഇതെല്ലാം പാഡിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ റോള്, കിച്ചൺ റോൾസ്, കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള ഇത്, അങ്ങനെ എല്ലാ തരം മോഡലുകളും ടിഷ്യൂസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സിലിക്കൺ ആയിട്ടുള്ള ഗ്ലൗകളാണല്ലേ ഇത്. ഇതെന്തായിരിക്കും നമുക്ക് പർപ്പസ് ആക്ച്വലി വരുന്നത്? നമുക്ക് ചിലവർക്ക് ലിക്വിഡ് ഒക്കെ ഹാൻഡിൽ അലർജി ഒക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. അതായത് ഇപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പാത്രം തേച്ച് കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ചില ആളുകൾക്ക് പാത്രമൊക്കെ കഴുകാൻ നേരത്ത് അതിന്റെ ലിക്വിഡ് ഒക്കെ അലർജി വരാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി നല്ല റഫ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട്. വേണേ കാറ് മുതൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാം അല്ലേ. സംഭവം ഇത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് ചപ്പാത്തി പരത്താൻ വളരെ സിലിക്കന്റെ പാഡാണ്. ഇത് നമ്മൾ സ്ലാബിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്ലാബിൽ ഒട്ടിക്കിടക്കും. ഇതിൽ വെച്ച് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാം, നമുക്ക് ചപ്പാത്തി പരത്താം, പൊറോട്ട അടിക്കാം, എല്ലാം ചെയ്യാം. അതുപോലെ കേക്ക് ഉണ്ടാക്കാം. അതിനാണ് ഈ അളവുകൾ വെച്ചിരിക്കുന്നത്. സൈഡൊക്കെ കറക്റ്റ് ആയിട്ട് ക്രീം ഒക്കെ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷേപ്സ് ഒക്കെ. ഓക്കെ. ഇത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടോട്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. നോർമലി ചപ്പാത്തി ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പലകയൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇത് ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിക്കിടക്കും. നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം. കിച്ചൺ സ്ലാബിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിഡ് ആവും, ഒന്നും സ്ലിപ്പ് ആവുക. അതിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാം. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അത് പല കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ്. അതേ നോക്കിയാൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതാണ് വേറൊരു സാധനം ഉള്ളത്, മാജിക് സ്പോഞ്ച് എന്ന് പറയും. ഇത് കാണുമ്പോൾ ഒരു നിസ്സാര സ്പോഞ്ച്, പക്ഷെ ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണമയം പോലുള്ള സാധനങ്ങളും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെയുള്ള സംഭവമാണല്ലേ. നല്ല ഗ്ലേസിംഗ് ആവും. അതായത് നമ്മുടെ കൈ വെക്കുന്ന പാടുകൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഗ്ലാസ്സിലൊക്കെ തുടച്ചു കഴിഞ്ഞാലും അതുപോലെ കിച്ചന്റെ മുകളിലും സ്റ്റവിന്റെ. നമുക്ക് എത്രയാണ് ഇതിന് വില? 85 അല്ലേ. അത്രയ്ക്ക് ഇതിനോ ഈ ഒരു സംഭവത്തിന് 148 റുപ്പീസ് കേട്ടോ. വളരെ നിസ്സാരമായിട്ടുള്ള പ്രൈസ് മാത്രമാണ് ഓരോ ഐറ്റത്തിന് നമുക്ക് വരുന്നത്. ഇതൊക്കെ നമുക്ക് കിച്ചണിൽ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ പല വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതുണ്ടല്ലോ, ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നല്ല സൈഡ് എഡ്ജുകളും എല്ലാം നമുക്ക് കവർ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള ഒരുപാട് മോഡൽസ്, അതിന്റെ പല മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് വാഷ് ബേസിനകത്തൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പൊ ആ ലിക്വിഡ് പിന്നെ നമ്മൾ ലിക്വിഡ് അന്വേഷിച്ച് നടക്കണ്ട. ഓരോ വാഷിനും ലിക്വിഡ് അന്വേഷിച്ച് നടക്കണ്ട, ഇതിലുണ്ടാവും. അപ്പൊ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക, നമ്മൾ വാഷ് ചെയ്യുക, അതിനുശേഷം അവിടെ എടുത്ത് വെക്കുക. നെക്സ്റ്റ് വാഷിങ്ങിലൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. ആക്ച്വലി നമ്മളെല്ലാവരും വളരെ വലിയ വീടുകൾ ഉണ്ടാക്കും. അത് ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി വീടുകൾ ഉണ്ടാക്കും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ടൂൾസ് ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു വാങ്ങിച്ച കിച്ചണും സിങ്കും ഹാളും ഗ്ലാസുകളും സ്റ്റെയർ കേസും ഒക്കെ ബ്യൂട്ടി ആയിട്ട് അതേപോലെ നിലനിർത്താൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാം വിവിധതരം ഡസ്റ്റ്ബിൻസ് ആണ് പ്ലാസ്റ്റിക്കിന്റെ. അത് 170 ഒക്കെ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ നമ്മൾ ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ക്യൂട്ട് സാധനങ്ങൾ കിച്ചന്റെ ഒക്കെ റൂമിലൊക്കെ നമുക്ക് വെക്കാം. ആരുടെ റൂമിൽ വേണമെങ്കിലും വെക്കാം. പിന്നെ ബാത്റൂമിൽ വെക്കാൻ പറ്റുന്ന സൈസ്, അങ്ങനെയുള്ള ബാത്റൂമിലും വെക്കാം. കാറിൽ ഫ്രണ്ടിലായിട്ട് വെക്കാൻ പറ്റുന്ന ഡസ്റ്റ്ബിൻസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം പല മോഡൽ ഡസ്റ്റ്ബിന്നുകളുടെ ഒരു വളരെ വലിയൊരു കളക്ഷൻ ആണ്. ഇങ്ങോട്ട് വന്നാലും പല ടൈപ്പ്, വലിപ്പത്തിലും ചെറുപ്പത്തിലും പല മോഡലുകളിലും ഡസ്റ്റ്ബിന്നുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതെല്ലാം ഡസ്റ്റ്ബിൻസ് ആണ്. ഫ്രണ്ട്സ്, ഇത്രയും നേരം നമ്മൾ കണ്ടത് ക്ലീനിങ് ആക്സസറീസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ കാണുന്നത് കംപ്ലീറ്റും പല രീതിയിലുള്ള ലിക്വിഡ്സും അതുപോലെ ഡിറ്റർജന്റ് ലോഷൻസും പൗഡേഴ്സും അതുപോലെ തന്നെ പെർഫ്യൂം പൗഡേഴ്സും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്
നമുക്ക് ഈ ഒരു ഷോപ്പിൽ, അതും പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം അല്ലേ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഭയങ്കര 100% ഹൈജീൻ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. എല്ലാത്തരം ലിക്വിഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഗ്ലാസ് ക്ലീനിങ്, ഫിനോയിൽ, അതുപോലെ കറ കളയുന്ന ലോഷൻസ്, ലൈം അവേ പ്ലസ് എന്ന് പറയും. അതേതാണ് അത്? ജസ്റ്റ് നമുക്കൊന്ന് ഓഡിയൻസിന് ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഇത് S6 എന്ന് പറഞ്ഞ 2 തരം മോഡൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്, അതായത് കഠിനമായ കറ, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് യൂസ്? അത് നമ്മൾ വെള്ളത്തിലെ 1 ലിറ്റർ വെള്ളത്തിൽ 50 മില്ലി ഇത് ഒഴിച്ചിട്ട് നമ്മൾ 30 മിനിറ്റ് നേരം അത് അവിടെ ഈ കറയുള്ള സർഫേസിൽ ഇട്ട് വെച്ചിട്ട് റബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുകയാണ് പതിവ്. ഇതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. പവർ കുറച്ചുകൂടി കുറവുള്ള ആസിഡ് ബേസ് ആണ് എങ്കിലും കഠിനമായ കറകൾ കളയാൻ മാത്രം ഉപയോഗിക്കും. എത്ര പ്രൈസ് എത്രയാണ്? 140 രൂപയുള്ളൂ. 140 രൂപയുള്ളൂ 1 ലിറ്ററിന്. പക്ഷെ പൈസയുടെ അല്ല, നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ആസിഡ് ബേസ് ആയതുകൊണ്ട് തന്നെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 1 ലിറ്റർ നമുക്ക് വെറും 200 രൂപയ്ക്ക് കിട്ടും. ഇത് റൂം ഫ്രഷ്നർ ആണ്. അതായത് ഇവിടെ കെമിക്കലുള്ള ഒരുപാട് റൂം ഫ്രഷ്നറുകൾ ഉണ്ട്, അതിലെല്ലാം കെമിക്കലും അടങ്ങിയിട്ടുണ്ട്. അതിൽ പകുതി ഗ്യാസും ആയിരിക്കും, കുറെ എയറും ആയിരിക്കുമല്ലോ, അറിയാലോ. ഇതെന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് ലിക്വിഡ് ആണ്. ഇത് നമ്മൾ ഇതുപോലെ ചെറിയൊരു ബോട്ടിലിൽ നമ്മൾ ഇതാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലൊക്കെ വല്ല ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു സുഗന്ധമാണ്, കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ അലർജി ഒന്നും ഉണ്ടാവില്ല, കെമിക്കൽ അടങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ 2 തരം ഫ്ലേവേഴ്സ് ആണ്. ഞാൻ ഈ സെയിം ഫ്ലേവർ, ഈ ഒരു ഐറ്റമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഏകദേശം 1 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നോർമൽ ഫ്രഷ്നർ നമ്മളൊരു 10 പ്രാവശ്യം വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രഷ്നർ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം നമുക്ക് ഒരു വീട്ടിൽ നിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് എടുത്താൽ തന്നെ ഇപ്പൊ ഈ ഒരു ബോട്ടിൽ എടുത്താൽ തന്നെ ഇത് ഏകദേശം ഒരു 10-15 ദിവസത്തേക്ക് അടിക്കാനുണ്ടാവും. അതുകൊണ്ട് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണെന്ന് പറയാൻ സാധിക്കും. സ്മെല്ലും വേറെ ലെവലാണ്. പിന്നെ അതുപോലെ ഇതൊക്കെ എന്താണ് ഐറ്റംസ് ഇത്രയും വലിയ ജാറിലൊക്കെ? 3 സെക്ഷൻ കാറ്റഗറിയിൽപ്പെട്ട ലിക്വിഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ജിഞ്ചർ എന്ന് പറയും ഈ പ്രൊഡക്റ്റ്. ഇതൊക്കെ 5 ലിറ്ററിന് ഒരു 500ന്റെ താഴെയാണ്. 500ന്റെ മുകളിലുള്ളതാണ് ഇത് ഡൈവർസി ടാസ്കിയുടെ ഈ മോഡൽ. അതായത് പല ടൈപ്പ് ഉണ്ട്. ഫ്ലോർ ക്ലീനർ, കോൺസെൻട്രേറ്റ് ഉണ്ട്, ബാത്റൂം ക്ലീനർ ഉണ്ട്, ഗ്ലാസ് ക്ലീനർ ഉണ്ട്, എയർ ഫ്രഷർ ഉണ്ട്. പല ഐറ്റംസ് ആണ്. അത് പല ഗ്രേഡിലാണ് നമുക്ക് ഈ ഒരു ഐറ്റംസ്. പിന്നെ വരുന്നത് ഈ ക്രൂവിന്റെ ഡൈവർസിയുടെ ഒരു ഗ്രേഡ് ആണ് ഈ അടുത്ത ഇതിൽ വരുന്നത്, അടുത്ത സെക്ഷൻ. അത് കുറച്ചും കൂടി കൂടിയ ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ഫിനോയിൽ, ഫ്ലോർ ക്ലീനേഴ്സ്, സ്റ്റീലിൻ്റെ കറകൾ കളയുന്നത്, അതുപോലെ ഹെയർ ഫ്രഷ്നറുകൾ, അതുപോലെ ഈ കാർപ്പറ്റ് കഴുകുന്നത്, ബാത്റൂം കഴുകുന്നത്, ടോയ്ലറ്റ് കഴുകുന്നത്, ഹാൻഡ് വാഷുകൾ, അതുപോലെ ഡെറ്റോള്, അങ്ങനെയുള്ള എല്ലാത്തരം ഡിറ്റർജൻറ്റ് എല്ലാ ഐറ്റംസ് ലിക്വിഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഈ കാണുന്നതൊക്കെ നമുക്ക് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ബക്കറ്റുകളുണ്ട്. അത് നമ്മൾ വിട്ട് കളയുന്നില്ല. പല ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക്കിന്റെ നല്ല മോഡേൺ ഷേപ്പുള്ള ബക്കറ്റ്സ്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ചെറിയ ഐറ്റംസുകളാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ടവലായി മാറും. അതുപോലെ നമ്മൾ ഈ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പീസ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇതൊരു തോർത്താണ് ആക്ച്വലി. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തോർത്തായിട്ട് മാറും. നമ്മൾ തലമേലൊക്കെ തുടങ്ങി തോർത്താവും. അപ്പോൾ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ദിവസത്തേക്ക് നമുക്ക് ട്രാവൽ പോയുമ്പോൾ തോർത്തൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു 55 രൂപയുള്ളത് അത്രേ ഉള്ളൂ, 45 രൂപ. അഥവാ ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൽ ബ്രഷ് ഇടാം, പേസ്റ്റ് ഇടാം. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പ ചെറുപ്പത്തിലുള്ള ബ്രഷിന്റെ ഹോൾഡേഴ്സ് ആണ്. അതുപോലെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വാഷിങ്ങിന് സമയത്ത് നമ്മുടെ അഴുക്ക് വസ്ത്രത്തോടു കൂടി ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ തുണികളും വേർപെട്ട് പിടിക്കില്ല. അത് നല്ല ഒരു ഇതില് ഒന്നുകൂടി പെർഫെക്ഷൻ ഉണ്ടാകും. വെറുതെ ഇട്ടാൽ മാത്രം വെറും 79 രൂപ മാത്രമാണ് പ്രൈസ്. 68 രൂപ അല്ലേ? ഇവിടെ ഹോൾസെയിൽ പ്രൈസ് ആണല്ലോ. മറ്റേ ഇത് MRP അല്ല ഇത് എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ യൂണിഫോം ഒക്കെ ഡ്രസ്സൊക്കെ അഴുക്കായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ഇതാണ്. സോപ്പ് നമ്മൾ ഇതിനകത്ത് സോപ്പ് ഇടുന്നു. സോപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കൈവമ്മ സോപ്പൊന്നും ആവൂല. അപ്പൊ ഇത് അമർത്തി അടച്ചു വെക്കുന്നു. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇത് ഡ്രസ്സ് ഇങ്ങനെ വാഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് ലിക്വിഡ് ഒഴിച്ചിട്ട് വാഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവൈലബിൾ. അഴകളാണ് കേട്ടോ. അതായത് നമുക്കിത് അഴകൾ ഇവിടെ വേണമെങ്കിൽ ഇത് ക്ലിപ്പുകൾ അല്ലേ? ക്ലിപ്പുള്ള അഴകൾ. ഓക്കെ. പിന്നെ അതുപോലെ ഇതെന്താണ് ഐറ്റം? അത് നമുക്ക് ബാത്റൂമിൽ നമ്മൾ ഇതുപോലെ ടൈലിൽ, ഇത് വാക്യൂമാണ്, ടൈലിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ പുറം തേക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ അതാണ് വെറൈറ്റി ഐറ്റം. പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ ടാബ്
ടാബ്ലറ്റ് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സസ് ആണ്. അതെ, ഇതിൽ കുറേ അറകൾ ഉണ്ടാവും. 1, 2 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എല്ലാം ഈ പറഞ്ഞ പോലെ എയർ പ്രൂഫ് ആണല്ലേ. ടാബ്ലറ്റ് ചീത്തയാവില്ല, സേഫ് ആയിട്ടിരിക്കും. ഓക്കെ, ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. വീട്ടിലാണെങ്കിൽ മെഡിസിൻസ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതെ, പിന്നെ ഈ ഇതൊക്കെ നമ്മുടെ ഫോൾഡിംഗ് ഗ്ലാസസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ട്രാവൽ പോകുമ്പോൾ ട്രെയിനിലൊക്കെ. അതെ 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 അതെ, അപ്പോൾ അതിന് യൂസ് ചെയ്യാം. അതുപോലെ കപ്പ്, അതിലും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് സ്റ്റീലിന്റെ ഫോൾഡിംഗ് സ്റ്റീൽ ഗ്ലാസ്. ഫോൾഡിംഗ് സ്റ്റീൽ ഗ്ലാസ് അല്ലേ? ഓ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോൾഡിംഗ് സ്റ്റീൽ ഗ്ലാസ് ഗ്ലാസ്സായി. മാറി. ഓ മൈ ഗോഡ്, മൂടിയുണ്ട്, മൂടിയുള്ളൊരു ഗ്ലാസ് ആയി മാറി കേട്ടോ. ഇപ്പൊ അടച്ചു വെക്കണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്താൽ മതി അല്ലേ? പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും. ട്രാവൽ പോകുന്ന ആളുകൾക്ക്. അതുപോലെ ഇത് സ്പൂണും ഫോർക്കും എല്ലാം കൂടി ഒരു ഇത്. പിന്നെ വിവിധതരം ഫ്ലാസ്ക് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിലുള്ള ബ്രഷുകൾ 3-in-1. ഇത് കുപ്പിയുടെ എഡ്ജ് കഴുകാനായിട്ട്. പിന്നെ ഇത് സ്ലൈഡ് ഡോറിന്റെ ഇടയിലൊക്കെ നമുക്ക് ഇതിങ്ങനെ ഇതുകൊണ്ട് യൂസ്ഫുൾ ആണ്. പൊടിയെല്ലാം എടുക്കാനായിട്ട് വേറെ ബ്രഷുകളൊന്നും കയറില്ല. അതിന് പറ്റിയ ഒരു സ്ലിം ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതുപോലത്തെ 15 രൂപയ്ക്കൊന്നും ഇത് എവിടെയൊന്നും അങ്ങനെയൊന്നും അവൈലബിൾ അല്ല. നമ്മുടെ ഇവിടെ ഈ ഷോപ്പിൽ വന്ന് 15 രൂപയുള്ളൂ, വെറും 15 രൂപയുള്ളൂ. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ അതെ, ഏത് ഗ്യാപ്പിൽ വേണമെങ്കിലും ടാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ വിൻഡോന്റെ ഒക്കെ ഗ്യാപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് ഹുക്കുകളാണ് അല്ലേ? ഒട്ടിക്കുന്ന ഹുക്കുകളാണ്. വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആരുടെ സഹായം ഇല്ലാതെ ഹുക്ക് നമുക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ആണിയൊന്നും അടിച്ചു തൂക്കി ഭിത്തി അല്ലെങ്കിൽ വോള് വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. പല ടൈപ്പിലുള്ള ഹുക്കുകൾ അവൈലബിൾ ആണ്. ഇത് ക്ലിപ്പുകളാണ്. ക്ലിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പരിപ്പ് വയർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് യൂസ് ചെയ്ത് ബാക്കിയുണ്ടെങ്കിൽ പാറ്റയൊന്നും കയറാതെ മടക്കിയിട്ട് ഈ ക്ലിപ്പ് ഇടും. ഈ ലേസ് ഒക്കെ നമുക്ക് അങ്ങനെയുള്ള പാക്കറ്റുകളൊക്കെ കയറാതെ അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള അതിന്റെ മറ്റൊരു വേർഷനാണോ ഇത്? ഇത് കുട്ടികളുടെ ചൈൽഡ് ലോക്ക് എന്ന് പറയും. കുട്ടികൾ ഫ്രിഡ്ജ് തുറക്കാതിരിക്കാനും മറ്റുള്ള അലമാരി തുറക്കാതിരിക്കാനും നമ്മൾ അവര് കയ്യെത്താത്തോട് വയ്ക്കുന്ന ഒരു ലോക്കാണത്. ഈ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് അത് ചെന്ന് തുറന്ന അപകടമൊന്നും ഉണ്ടാവത്തില്ല. ഫണലാണ് കേട്ടോ, പുതിയ ടൈപ്പ്. ഇതാണ് പുതിയ മോഡൽ ഫണൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഐറ്റം ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ് ഇത് വെറൈറ്റി ആയിട്ട് ക്ലിപ്പുകളാണ് അല്ലെ? പല ടൈപ്പിലുള്ള ക്ലിപ്പുകളാണ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിലിക്കോണിന്റെ ബ്രഷോ, ഇതെന്താണ് ഇത്? ഇതെല്ലാം നമുക്ക് ഇപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ലോഷനും അത് കാര്യങ്ങളൊക്കെ ഇതിലിട്ട് യൂസ് ചെയ്യാനുള്ള ലോഷനും അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹുക്കിൽ തന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സൈസ് കൂടിയ ഒരു ഹുക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് തിക്നെസ് കൂടിയ പൈപ്പിലും ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹുക്കുകൾ. അങ്ങനെ പല ടൈപ്പ് ഹുക്കുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ പല വെറൈറ്റിയിലുള്ള ഓയിൽ ബോട്ടിൽസ് ആണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓയിൽ സ്പ്രേ ടൈപ്പാണ്. ഇത് നമുക്ക് സ്പ്രേ ആണ് വരുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. നമുക്ക് അതിനുശേഷം നമുക്ക് സ്പ്രേയിങ് ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതൊക്കെ കുറച്ച് കണ്ടംപററി കിച്ചണിലൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഓയിൽ പോർ ചെയ്യുന്നതാണ്. നമുക്ക് ചില ചാനലിലൊക്കെ മോഡേൺ ചാനലിലൊക്കെ ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെ സത്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഓയിൽ യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് സ്പ്രേയേഴ്സ് ആണ്. ഹൈ പ്രഷറിൽ നമുക്ക് വാക്യൂം എയർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 210 രൂപ മാത്രമാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് പ്ലാന്റിൽ നമ്മുടെ ചെടികളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമുക്ക് അടിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സംഭവം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ഒരുപാട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് പറയാൻ സാധിക്കും. പ്രഷർ സ്പ്രേയേഴ്സ് എന്നാണ് നമുക്ക് പറയുന്നത്. ഇനി ഹൈ പ്രഷറിൽ നമുക്ക് വേണമെങ്കിൽ ഹൈ പ്രഷർ കൂടിയ ഐറ്റം നമുക്ക് അവൈലബിൾ ആണ്. ഹൈ പ്രഷറിലൊക്കെ തന്നെ വെറും 220 രൂപയൊക്കെ മാത്രമാണ് നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത്. അതുപോലെ സ്പ്രേയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എറണാകുളത്ത് എടപ്പള്ളിയിലുള്ള ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ. അതായത് നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ഷോപ്പ് വേറെ എങ്ങും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്രയധികം ക്ലീനിങ് ആൻഡ് ഹൈജീൻ റിലേറ്റഡ് പ്രൊഡക്ട്സ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് അവർ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്ത് NH66 നിയർ ഒബറോൺ മാൾ എടപ്പള്ളിയിൽ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോൾ മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് നമ്മുടെ ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻ. അപ്പോൾ എന്തായാലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ചാനലും പേജും ഒക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.